നമസ്കാരം. സംടൈംസ് ഇറ്റ്സ് നോട്ട് ദ പേഴ്സൺ, ഇറ്റ്സ് ദ പെയിൻ ബിഹൈൻഡ് ദം. ചിലപ്പോൾ പ്രശ്നം ചില മനുഷ്യർക്കല്ല, അവരുടെ പിന്നിലെ ചില വേദനകൾക്കായിരിക്കാം, അവരനുഭവിച്ച ചില വേദനകൾ കാരണമായിരിക്കാം. നമ്മൾ പലപ്പോഴും പലരെയും കാണുമ്പോൾ അവർ ആരോടും മിണ്ടുന്നില്ല, അവർ ആരെയും വിശ്വസിക്കുന്നില്ല, അവർ ആകെ ഒറ്റപ്പെട്ടിരിക്കുന്നു, അവരുടെ മുഖത്ത് ചിരിയില്ല, പണ്ട് കണ്ടേ അവരെയല്ല, അവരുടെ ജീവിതം തന്നെ മാറിപ്പോയിരിക്കുന്നു. എന്തുകൊണ്ട്? നമ്മൾ വിചാരിക്കും മനുഷ്യത്വമില്ലാത്തവനായി മാറി, ഒന്നിനും കൊള്ളാത്തവനായി മാറി, ജീവിതത്തിൽ എല്ലാവരിൽ നിന്നും അകന്ന് സ്വാർത്ഥനായി മാറി. പക്ഷെ അവൻ്റെ യഥാർത്ഥ പ്രശ്നം, അവൻ അനുഭവിച്ച വേദന, അവൻ എങ്ങനെ ഇവിടെ വരെ എത്തി? എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഞാൻ വെള്ളിയാഴ്ച വൈകിട്ട് ഡോക്ടർ ഡഗ്ലസ് കെ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ എഴുതി സംവിധാനം ചെയ്ത തീപ്പൊരി ജയരാമൻ അഗ്നിപർവൻ 2 റിലീസ് ചെയ്തു. അതിലെ ജയരാമനെ കാണുന്നവർ, അയാളെ അറിയുന്നവർ മനസ്സിലാക്കുന്ന അല്ലെ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. അയാൾ പരുക്കനാണ്, അയാൾ സ്വാർത്ഥനാണ്, അയാൾ ആരെയും വിശ്വസിക്കുന്നില്ല. പക്ഷെ അയാളുടെ പിന്നിൽ ഒരു കഥയുണ്ട്. അത് അഗ്നിപർവം വഴി, അഗ്നിപർവം എന്ന സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തീപ്പൊരി ജയരാമനിലും അവസാനം മനസ്സിലാവുന്നുണ്ട്. അയാളുടെ കൂടെയുള്ള പലരും നഷ്ടപ്പെട്ടു പോയി. വേർപാടുകൾ ചില മനുഷ്യരെ തളർത്തിക്കളയും, വേർപാടുകൾ ചില മനുഷ്യരെ ഇല്ലാതാക്കി കളയും, ഒറ്റപ്പെടലുകൾ ചില മനുഷ്യരുടെ സമനില വരെ തെറ്റിച്ചേക്കാം, ചിലരുടെ ജീവിതം ഇല്ലാതാക്കാം. പലപ്പോഴും നമ്മൾ ആരെയും കാണില്ല, ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ടിരുന്ന പലരും ദുഃഖത്തിൽ നിൽക്കുന്നത് കാണാം, ആരോടും ഒന്നും മിണ്ടാതെ ഒറ്റപ്പെടുന്നത് കാണാം. അവരെ ആശ്വസിപ്പിക്കാൻ നമ്മൾ പോലും ശ്രമിക്കാറില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ കാണുന്നവരുടെ പിന്നിലെ വേദനയൊന്ന് മനസ്സിലാക്കി നോക്കണം. അപ്പോഴറിയാം അവരനുഭവിക്കുന്ന യാതനകൾ, അവർ പിന്നിട്ട വഴികൾ, സാഹചര്യമാണ് അവരെ ഒറ്റപ്പെട്ടതാക്കിയതാണ്. സാഹചര്യമാണ് അവരെ ആരെയും വിശ്വാസമില്ലാത്തവരാക്കി മാറ്റിയത്. സാഹചര്യങ്ങളും അനുഭവങ്ങളുമാണ് അവരെ ചിരിപ്പിക്കാൻ മറന്നത്. ഇത് തന്നെയാണ് തീപ്പൊരി ജയരാമനിലെ കഥ. സ്നേഹിക്കുന്ന, സ്നേഹമുള്ളിലൊതുക്കി പരിക്കരായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ കഥ, അയാളെ ചുറ്റിപ്പറ്റി കടന്നു വന്ന ജീവിതങ്ങളുടെ കഥ, ഓരോ മനുഷ്യൻ്റെ ഉള്ളിലെയും ഓരോ പ്രയാസങ്ങളുടെ കഥ, വേദനകളുടെ കഥ. തീർച്ചയായും തീപ്പൊരി ജയരാമൻ കാണുക. എവിടെയെങ്കിലും നിങ്ങൾക്ക് ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തോന്നാം, ഇല്ലെങ്കിൽ മനസ്സിലുള്ള ഏതെങ്കിലും ഒരു പ്രയാസം തോന്നാം, അല്ലെങ്കിൽ ഒരു വിഷമം മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലും തീപ്പൊരി ജയരാമൻ സ്പർശിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ഷോർട്ട് ഫിലിം കാണുക. ഡോക്ടർ ഡഗ്ലസ് കെയുടെ യൂട്യൂബ് ചാനലിൽ തീപ്പൊരി ജയരാമൻ എന്ന ഷോർട്ട് ഫിലിം ഇറങ്ങി. നിങ്ങൾ കാണുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഇടുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. ഈ ചെറിയ ചാനലും എന്നെയും വിജയിപ്പിക്കുക. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളും എന്നോടൊപ്പം കാണും എന്നെനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ് കെ. വീണ്ടും ഒരു മനഃശാസ്ത്ര യാത്രയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.